അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ വിശ്വാസത്തിൽ വേരൂന്നിയവരായി അടിസ്ഥാനമുള്ളവരായി നിലനിന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സൽ മീഡിയയിലൂടെ എന്നെ ഈ പ്രഭാതവെളിയിൽ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു തിരുവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ലഭിച്ചിരിക്കുന്ന തിരുവചന ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിൽ മനുഷ്യരായ പുരോഹിതന്മാരുടെ നിസ്സഹായമായ അവസ്ഥയെക്കുറിച്ചും, അല്ലെങ്കിൽ അവരുടെ പൗരോഹിത്യം താൽക്കാലികമായ പൗരോഹിത്യമാണെന്നും, എന്നാൽ മനുഷ്യരായ പുരോഹിതന്മാരിൽ നിന്ന് തികച്ചും വിഭിന്നനായി എന്നേക്കുമുള്ള മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആധികാരികമായ ഒരു വിവരണം നമുക്ക് 7-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. മനുഷ്യരായ പുരോഹിതന്മാർ തൻ്റെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും മൃഗങ്ങളുടെ രക്തത്തോടുകൂടെ സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് തിരശ്ശീല മാറ്റി പ്രവേശിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൃഗങ്ങളുടെ രക്തങ്ങൾ കൊണ്ടല്ല, തൻ്റെ സ്വന്തം രക്തം, അതായത് പാപമില്ലാത്ത നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, ആ രക്തം കൊണ്ട് തന്നെ എന്നേക്കുമുള്ള മഹാപുരോഹിതനായി തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിച്ച് ഒരിക്കലായിട്ട് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം നേടിയെടുക്കുവാൻ ഇടയായി തീർന്നു. മാനുഷിക പുരോഹിത നിയമപ്രകാരം ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അപ്പോൾ ചെന്ന് പാപപരിഹാരം നേടേണ്ടത് ആവശ്യമാണ്. എന്നാൽ കർത്താവ് യേശു പാപമില്ലാത്ത, ഊനമില്ലാത്ത, നിഷ്കളങ്കമായ, നിർദോഷമായ, പവിത്രമായ, പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വിലയേറിയ രക്തം കൊണ്ട് തന്നെ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരം നേടിയെടുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ദൈവം മരുഭൂമിയിൽ വെച്ച് മോശ മുഖാന്തരം ജനത്തിന് നൽകിയ, അല്ലെങ്കിൽ യാഗം കഴിച്ച് പാപത്തിന് പരിഹാരം വരുത്തണം എന്ന ആ നൽകിയ നിയമത്തെ മാറ്റി വെച്ചിട്ട് പുതിയൊരു നിയമം ദൈവം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏതാണ് ആ പുതിയ നിയമം? ഇനി യാഗങ്ങളുടെ ആവശ്യമില്ല. ഇനി മൃഗങ്ങളുടെ രക്തവും കൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പഴയ നിയമത്തിൽ എന്ന പോലെ സമാഗമന കൂടാരത്തിനകത്തേക്ക് പ്രവേശിച്ച് പാപത്തിന്റെ പരിഹാരം നേടിയിട്ടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് യേശു ഒരിക്കലായിട്ട് തൻ്റെ സ്വന്തം രക്തം അർപ്പിച്ച് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം നേടിയെടുക്കുവാനിടയായി തീർന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കൽപ്പനകളിൽ എഴുതിയാണ് മോശയ്ക്ക് കൈമാറിയതെങ്കിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ന്യായപ്രമാണം ഇവിടെ ഹൃദയമാകുന്ന പലകയിൽ എഴുതുവാനിടയായിത്തീരും. ആ ഹൃദയമാകുന്ന പലകയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതി കഴിയുമ്പോൾ ഇനി ഒരിക്കലും നമുക്ക് ദൈവത്തെ വിട്ട് മാറുവാൻ കഴിയുകയില്ല. പറയുന്നു, ആ കൽപ്പനകൾ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ അവരുടെ പാപത്തെ പിന്നെ ഒരു നാളും ഓർക്കുകയില്ല. കർത്താവ് യേശുവിനെ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അതായത് കർത്താവ് യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് തൻ്റെ അവസാനത്തുള്ള ചോരവരെയും ക്രൂശിൽ ഊറ്റിക്കൊടുത്തത് എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും ആ രക്ഷ കരഗതമാക്കുവാൻ കഴിയും. അങ്ങനെ രക്ഷ കരഗതമാക്കി കഴിഞ്ഞാൽ, പാപപരിഹാരം നേടിക്കഴിഞ്ഞാൽ ദൈവം പിന്നെ അവരുടെ പാപം ഓർക്കുന്നില്ല. എന്നേക്കുമായിട്ട് ആ പാപം മായ്ച്ചു കളയുന്നതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള പാപത്തിന്റെ പരിഹാരം ആ ഒരു നിയമം അറിയാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ,
ഇന്ന് ഈ പ്രഭാതവേളയിൽ ഈ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ അവസാനത്തുള്ളി ചോരവരെ ഊറ്റി യാഗമായി തീർന്നു. ആ യാഗമരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിച്ച് വായ്കൊണ്ട് നേറ്റു പറഞ്ഞാൽ ആ പാപത്തിൻ്റെ പരിഹാരം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ കരഗതമാക്കുവാൻ കഴിയും. അഥവാ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിച്ച്, ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് പാപപരിഹാരം നേടിയെടുത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ച വിശ്വാസത്തിൽ അന്ത്യത്തോളം നിലനിന്നുകൊണ്ട് വചനം പറയുന്നത് പോലെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ വിശ്വാസത്തിൽ വേരൂന്നിയവരായി, അടിസ്ഥാനമുള്ളവരായി നിലനിന്നുകൊണ്ട് തന്നെ കാത്തു നിൽക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ എത്രയും ശീഘ്രം വാനം മേഘങ്ങളിൽ വെളിപ്പെടുന്ന കർത്താവ് യേശുവിനെ എതിരേൽപ്പാൻ വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതെ തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ, വിശുദ്ധന്മാരെ ചേർക്കുവാൻ, അതായത് തൻ്റെ യാഗമരണത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ രക്തത്തിലൂടെ താൻ സമ്പാദിച്ചതായ ഓരോ മകനെയും മകളെയും ചേർക്കുവാൻ കർത്താവ് യേശു വാനമേഘങ്ങൾ പ്രത്യക്ഷനാകുമ്പോൾ നമുക്കും അവനോടുകൂടെ എടുത്തുകൊള്ളപ്പെടുവാൻ ഒരുക്കത്തോടും വിശുദ്ധിയോടും നിർമ്മലതയോടും മുന്നോട്ട് ജീവിക്കാം. അതിനായി ദൈവം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും നിങ്ങൾക്ക് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ പ്രഭാത ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളെയും വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.